നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ജനപ്രിയ ബജറ്റാകും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കുക. ക്ഷേമ പെൻഷൻ വർധനവിനൊപ്പം വമ്പൻ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടി മറികടക്കാനുള്ള രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിലുണ്ടാകും. ബജറ്റിന് മുന്നേ തന്നെ മുഖ്യമന്ത്രി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയാണ് നേരിട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റാണ് നാളെ കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടി മറികടക്കാൻ പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികൾക്കൊപ്പം വമ്പൻ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. പിന്നോക്ക ഇടത്തരം വിഭാഗങ്ങൾക്കൊപ്പം മുന്നോക്ക വിഭാഗങ്ങളെയും കൂടെ നിർത്താനുള്ള പ്രഖ്യാപനങ്ങൾക്കും സാധ്യതയുണ്ട്. ജനങ്ങൾക്ക് സന്തോഷകരമായ കുറച്ചുകൂടി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഇപ്പോഴത്തെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ മേഖലയിലും തുടരാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ബഡ്ജറ്റ് തന്നെയായിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനങ്ങളും ബജറ്റിലുണ്ടാകും. മൂന്നാം തുടർഭരണമാകും ബജറ്റ് ലക്ഷ്യമിടുക. ഇതു മുൻനിർത്തിയുള്ള രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കാം. തനത് വരുമാനം കണ്ടെത്താനുള്ള ബജറ്റ് നിർദ്ദേശങ്ങൾ എന്തൊക്കെയെന്നതും നിർണായകമാണ്. കെ എൻ ബാലഗോപാലിന്റെ 6ാം ബജറ്റ് പിണറായി സർക്കാരിന്റെ 3ാം ഭരണ തുടർച്ചയ്ക്കായി എന്തൊക്കെ കരുതി വെക്കും എന്നതിലാണ് ആകാംക്ഷ. മീഡിയ 1 തിരുവനന്തപുരം.